ഇന്ത്യ സഖ്യത്തിന്റെ നേതൃസ്ഥാനത്ത് മമതാ ബാനർജി എത്തണം. ബി.ജെ.പിയെ നേരിടാൻ മമതയ്ക്കറിയാം. ബീഹാറിൽ നേരിട്ട വൻ പരാജയത്തിന് പിന്നാലെ ഇന്ത്യ സഖ്യത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് എത്തേണ്ടത് മമതാ ബാനർജിയാണെന്ന് മുതിർന്ന തൃണമൂൽ കോൺഗ്രസ് അംഗം. എൻ.ഡി.എക്കെതിരായ രാഷ്ട്രീയ പോരിൽ ഇന്ത്യ സഖ്യത്തിന്റെ സാരഥിയാവേണ്ടത് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണെന്നാണ് മുതിർന്ന നേതാവായ കല്യാൺ ബാനർജി വിശദമാക്കുന്നത്. ബീഹാറിൽ 61 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് 6 സീറ്റുമായി ദയനീയ പരാജയം നേരിട്ടതോടെയാണ് തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന്റെ മുൻപന്തിയിലേക്ക് മമതാ ബാനർജി എത്തിക്കാനുള്ള നീക്കം ശക്തമാക്കിയത്. ബി.ജെ.പിക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ ബ്ലോക്കിനെ നയിക്കാൻ അനുയോജ്യ മമതാ ബാനർജിയാണ്. വരും നാളുകളിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യ സഖ്യത്തിന് ഭാവിയില്ല എന്നാണ് കല്യാൺ ബാനർജി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. 2026 സംസ്ഥാനത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിലാണ് നിലവിൽ ശ്രദ്ധിക്കുന്നത്. 4ാം തവണയും തൃണമൂൽ മിന്നുന്ന വിജയം പശ്ചിമബംഗാളിൽ നേടുമെന്നാണ് കല്യാൺ ബാനർജി അവകാശപ്പെട്ടത്. ബി.ജെ.പി എങ്ങനെ നേരിടണമെന്ന് മമതയ്ക്ക് കൃത്യമായി അറിയാം. ഇന്ത്യ ബ്ലോക്കിന് മമതയുടെ നേതൃത്വം സഹായിക്കുമെന്നാണ് തൃണമൂലിന്റെ രാജ്യസഭാംഗം പ്രതികരിച്ചത്. ഇന്ത്യ സഖ്യത്തെ ആര് നയിക്കണമെന്നത് കോൺഗ്രസ് തന്നെ തീരുമാനിക്കണമെന്നാണ് മുതിർന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവും എം.പിയുമായ സൗഗത റോയ് പ്രതികരിച്ചത്. ദേശീയ തലത്തിലേക്ക് നേതൃസ്ഥാനത്തേക്കുള്ള ആളെ കോൺഗ്രസ് കണ്ടെത്തണമെന്നും അതിനായിരിക്കണം കോൺഗ്രസിന്റെ ശ്രദ്ധയെന്നുമാണ് സൗഗത റോയ് വിശദമാക്കിയത്. രാഹുലിന്റെ നേതൃത്വത്തിൽ വിശ്വാസക്കുറവ് തോന്നിയതിനാലാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൃണമൂൽ കോൺഗ്രസ് തേജസ്വി യാദവിനായി പ്രചരണത്തിന് എത്താതിരുന്നതെന്നാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ധർ നിരീക്ഷിക്കുന്നത്.